Good morning all. നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ബികോം ഫസ്റ്റ് സെമ്മിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കമ്പനി ലോയിലെ ഒന്നാമത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഇന്ന് സെക്കൻഡ് ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനറലായിട്ടുള്ള ഒരു കമ്പനി ലോയെ പറ്റിയുള്ള ഇംഗ്ലണ്ടിലെ ഒരു കമ്പനി ലോയെ പറ്റിയുള്ള ജനറൽ വ്യൂ ആണ് നമ്മൾ എടുത്തിരുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യൻ കമ്പനി ലോയുടെ ഹിസ്റ്ററിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്പനി ലോയുടെ ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷ് കമ്പനി ലോയുടെ അണ്ടറിലാണ്, അതിൻ്റെ അണ്ടറിലല്ല, ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മോഡൽ ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കമ്പനി ലോയൊക്കെയും തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 1844 ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് ഇംഗ്ലണ്ടിൽ നിലവിൽ വന്നിരുന്നു. ആ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 1844 നിന്നും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് ഇംഗ്ലണ്ടിലെ അതിൻ്റെ മോഡൽ ചെയ്തിട്ടാണ് നമ്മുടെ ലെജിസ്ലേഷനിൽ 1850 സെയിം റെഗുലേഷൻസ് ഒക്കെയും ഈ ഇന്ത്യൻ സിറ്റുവേഷനിലേക്ക് ചേഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്റ്റാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 1850. ഓക്കെ, അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 1850 ഉൾപ്പെടുത്തിയിട്ടുള്ളത് രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ്. അതായത് ഒരു കമ്പനി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതേപോലെ ആ കമ്പനിയെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ഷെയർസിനെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ട്രാൻസ്ഫറബിലിറ്റിയെ പറ്റിയുമൊക്കെ ആയിരുന്നു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 1850 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ കമ്പനീസ് ആക്ട് ഇംഗ്ലണ്ടിൽ ഒരു പുതിയ ആക്ട് പാസ്സാക്കിയിരുന്നു 1855 ലിമിറ്റഡ് ലയബിലിറ്റീസ് ആക്ട് ഇംഗ്ലീഷ് പാർലമെൻറ്റിൽ. അതിൻ്റെ ബേസിൽ 1857 ലിമിറ്റഡ് ലയബിലിറ്റി ക്ലോസുകളെല്ലാം അതിൻ്റെ കൺസെപ്റ്റുകളെല്ലാം നമ്മുടെ ആക്ടിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. 1857 ഈ സെയിം ആക്ടിനകത്ത് തന്നെ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ടിൽ തന്നെ. വീണ്ടും നമ്മൾ കമ്പനീസ് ആക്ട് 1866 ഫോം ചെയ്തു. അത് അമെൻമെൻ്റ് ആണ്, അതായത് പുതിയ കമ്പനീസ് ആക്ട് അല്ല, പഴയ ആക്ടിലേക്ക് ഇൻകോർപ്പറേഷൻ, റെഗുലേഷൻ ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസും കൂടെ ആഡ് ചെയ്തു. നമ്മുടെ ആദ്യത്തെ 1850 ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ടിൽ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് ആണ് ഉണ്ടായിരുന്നത്. കമ്പനി എങ്ങനെ രജിസ്റ്റർ ചെയ്യും, അതേപോലെ കമ്പനി എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം, ഒരു കമ്പനി എങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യണം, ലിക്വിഡേറ്റ് ചെയ്യണം, അവസാനിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കമ്പനീസ് ആക്ട് 1850 57 അമെൻമെൻറ്റിലോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ 1866 ഈ കമ്പനി ആക്ട് ഒന്ന് അമെൻഡ് ചെയ്ത് അതിൽ ഇൻകോർപ്പറേഷൻ, അതായത് രജിസ്ട്രേഷൻ, കമ്പനി രജിസ്ട്രേഷൻ കൂടാതെ തന്നെ കമ്പനിയുടെ റെഗുലേഷൻസ്, അതേപോലെ കമ്പനി എങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് കമ്പനീസ് ആക്ട് 1866 ഉൾപ്പെടുത്തി. അതേപോലെ ലാസ്റ്റ് 1882 കമ്പനീസ് ആക്ട് വീണ്ടും നമ്മൾ കമ്പനീസ് ആക്ട് 1866 ഇംഗ്ലീഷ് ലോയിലെ 1866 കമ്പനി ലോയിൽ നിന്നും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് 1882 കൂടെ നമ്മളൊരു അമെൻമെൻറ്റ് നടത്തുകയുണ്ടായി. ഇതിനെല്ലാം ശേഷം ലാസ്റ്റ് 1882 ഈ അമെൻമെൻറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കമ്പനീസ് ആക്ടിന് ഇംഗ്ലണ്ടിൽ നിന്ന് നമ്മൾ കടമെടുക്കുന്നില്ല, നമുക്ക് ഇൻഡിവിജ്വലി ഒരു കമ്പനീസ് ആക്ട് വേണം എന്ന് കരുതി മുകളിൽ പറഞ്ഞതെല്ലാം തന്നെ അങ്ങ് റദ്ദാക്കിയിട്ട് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1913 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളത് അങ്ങനെ ഒരു ഇന്ത്യൻ പെർട്ടിക്കുലറായിട്ട് നമുക്ക് മാത്രമായിട്ടൊരു കമ്പനീസ് ആക്ട്, മുമ്പുണ്ടായിരുന്നതൊക്കെയും നമ്മുടെ തന്നെ ആണെങ്കിൽ പോലും അതൊക്കെയും നമ്മൾ ഇംഗ്ലീഷ് ലോയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആക്ടുകളായിരുന്നു അല്ലേ. അവരെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഉടനെ അടുത്ത 2 വർഷത്തിനോ 3 വർഷത്തിനോ ഇടയിൽ നമ്മളും നമ്മുടെ ആക്ടിനകത്തേക്ക് അവർ വരുത്തിയ അമെൻമെൻറ്റ്സ് എല്ലാം കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കളയോ ഒക്കെയാണ് ചെയ്തിരുന്നത്. ഇതൊക്കെ മാറ്റി നമ്മുടെ സ്വന്തമായിട്ടൊരു ഇന്ത്യൻ കമ്പനീസ് ആക്ട് വന്നതെന്നാണ് 1913 ആണ്. അപ്പോൾ 1913 ആണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട്, ഫസ്റ്റ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് വന്നത്. അതിനുശേഷം ഇൻഡിപെൻഡൻസിന് ശേഷം, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, നമ്മളൊരു 12 അംഗ മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്തു.
ഇൻഡിപെൻഡൻസിന് ശേഷമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള റൂൾസും കൺട്രോളും ഒക്കെ വന്നത് അല്ലേ. അതിനു മുമ്പ് വരെ ഇംഗ്ലീഷ് ലോയിൽ നിന്നും കടമെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മളെ ഭരിച്ചിരുന്നതും നമ്മുടെ കാര്യങ്ങളിലെല്ലാം ഇന്റർഫിയർ ചെയ്തിരുന്നതും ഇംഗ്ലീഷുകാരാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ലോയിലെല്ലാം തന്നെ അവരുടെ ആക്ടിവിറ്റീസിനെ കടമെടുക്കേണ്ട അവസ്ഥ ഉണ്ടായത്. എന്നാൽ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ സ്വന്തം കൺട്രോളിലേക്ക് നമ്മുടെ നേഷൻ വന്നു. അപ്പം നമ്മൾ തീരുമാനിച്ചു ഇനി വല്ലവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ ഓരോ ലോസും നമുക്ക് വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് ഒരു ആക്ട് അങ്ങ് പാസ്സാക്കാം. അതിനു വേണ്ടി ഒരു 12 മെമ്പേഴ്സുള്ള കമ്മിറ്റി ആദ്യം ഫോം ചെയ്തു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് HC ബാബയായിരുന്നു. അപ്പോൾ HC ബാബയുടെ ചെയർമാൻഷിപ്പിൽ 12 മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മിറ്റി ആദ്യം നമ്മൾ ഫോം ചെയ്തു. എന്നിട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം എന്ന് പറയാവുന്ന കമ്പനീസ് ആക്ട് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ആരുടെ ഔദാര്യം ഇല്ലാതെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മുടെ സ്വന്തം മാത്രം ആരുടെയും വേണ്ട. നമുക്ക് ഇംഗ്ലണ്ടിൽ നിന്നൊന്നും നമുക്ക് വേണ്ട. നമ്മളെല്ലാം മാറ്റി പുതിയ രീതിയിലേക്ക് നമ്മൾ മാറ്റി എഴുതിയ കമ്പനീസ് ആക്ട് 1956. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ കമ്പനീസ് ആക്ട്. ഇതല്ല, ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1913 ആണ്. പക്ഷെ അതെല്ലാം ആരാണ് ഫോം ചെയ്തത്? ഇംഗ്ലീഷുകാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് ലോയിൽ നിന്നെല്ലാം കടം എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്ത് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഏതാണ്? 1956 സോ ആ കമ്പനീസ് ആക്ട് അതാണ് നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന കമ്പനീസ് ആക്ട്. ഈ കമ്പനീസ് ആക്ട് ഏകദേശം ഒരു 57 ഇയേഴ്സ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിച്ചു. ഈ ഏകദേശം ഒരു 2012 ഡിസംബർ വരെ നമ്മൾ ഉപയോഗിച്ചിരുന്നത്, ഡിസംബർ അല്ല നവംബർ വരെ നമ്മൾ യൂസ് ചെയ്തിരുന്നത്, നമ്മൾ എൻഫോഴ്സ് ചെയ്തിരുന്നത് ഈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 തന്നെയാണ്. ഏകദേശം ഒരു ഓൾമോസ്റ്റ് 57 ഇയേഴ്സ് നമ്മൾ ഇത് യൂസ് ചെയ്തു. 25 അമെൻമെൻറ്റ്സോടുകൂടി. അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ തവണയും നമ്മുടെ സിറ്റുവേഷൻസിനനുസരിച്ച്, ഇന്ത്യൻ സിറ്റുവേഷൻസിനനുസരിച്ച് ഇക്കണോമിക്കൽ കണ്ടീഷൻസ് ചേഞ്ച് ആകുന്നതോടെ നമ്മൾ കമ്പനീസ് ആക്റ്റിലും ഓരോരോ അമെൻമെൻറ്റ്സ് കൊണ്ടുവരും, അതായത് ഭേദഗതികൾ കൊണ്ടുവരും. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വരുത്തും, ഇല്ലെങ്കിൽ അതിൽ നിന്ന് വേണ്ടാത്തത് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓരോരോ വർഷം കൂടുന്തോറും നമ്മളെ ആക്ടുകളിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യപ്പെടുകയോ ഇല്ലാതെയാകുകയോ ചെയ്യുന്നുണ്ട്. 56 ഇത് ഫോം ചെയ്തു. ആദ്യത്തെ അമെൻമെന്റ് നടന്നത് 1960 1960 നമ്മൾ കമ്പനി മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ള ക്ലോസുകൾ 1960 ഒരു അമെൻമെന്റിലൂടെ വരുത്തി. അടുത്തത് 1963 കമ്പനി ലോ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഇപ്പോൾ കമ്പനീസിൻ്റെ ട്രിബ്യൂണൽസ്, അതായത് കംപ്ലൈൻറ്റുകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് 1963 ഒരു അമെൻമെൻറ്റ് വരുത്തി ആഡ് ചെയ്തു. അതേപോലെ 1965 ഒബ്ജക്റ്റീവ്സ് ക്ലോസ്, കമ്പനിയിലെ ഒബ്ജക്റ്റീവ്സ് ക്ലോസ് നമ്മൾ ആഡ് ചെയ്തത് 1965 ഒബ്ജക്റ്റീവ് ക്ലോസ് എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണമല്ലോ അല്ലേ. ആ ക്ലോസ് നമ്മൾ ആഡ് ചെയ്തത് 1965 അതേപോലെ തന്നെ കമ്പനീസ് അമെൻമെൻറ്റ് 1985 പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ്, അതായത് നോൺ ഗവൺമെൻറ് കമ്പനീസിൻ്റെ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് പെർമിറ്റ് ചെയ്തുകൊണ്ടുള്ള ക്ലോസ് വന്നു. അതേപോലെ 1988 ഒരു അമെൻമെൻറ്റ്, അങ്ങനെ 1999, 2000, 2002, 2006 അങ്ങനെ 25. അത് മാത്രമല്ല ഒരുപാട് ചെറിയ ചെറിയ അമെൻഡ്മെൻറ്റുകളും ബൈബാക്ക് ഓഫ് ഷെയർസ് അത് 1999 അങ്ങനെ ഓരോരോ അമെൻമെൻറ്റുകളും നമ്മുടെ 1956 കമ്പനീസ് ആക്ടിലേക്ക് വന്നും പോയും ഒക്കെ ഇരുന്ന് അങ്ങനെ നമ്മൾ 57 വർഷം നമ്മുടെ കമ്പനീസ് ആക്ട് 1956 യൂസ് ചെയ്തു. അത് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് കൂടുതൽ അഡീഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെടാനും കൂടുതൽ ടെക്നിക്കുകളൊക്കെ വന്നപ്പോൾ എക്സ്പേർട്ട് കമ്മിറ്റിയായിട്ട് പുതിയൊരു കമ്മിറ്റിയെ നമ്മൾ ഫോം ചെയ്തു. ഡോക്ടർ JJ ഇറാനിയുടെ ചെയർമാൻഷിപ്പിൽ ഈ കമ്പനീസ് ആക്ടിനെ പറ്റി നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. കാരണം നിങ്ങളൊക്കെ ഉള്ളപ്പോഴുള്ള ഫോം ചെയ്ത കമ്പനീസ് ആക്റ്റാണ്. ഇത് ആക്ട് വന്നപ്പോഴൊക്കെ നമ്മൾ ന്യൂസൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കാണാറുള്ളതാണ് അല്ലേ. ടി വിക്കകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് തവണ ഇതിൻ്റെ ന്യൂസുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് ഫെമിലിയർ ആയിരിക്കും. ഒരു ഡോക്ടർ JJ ഇറാനിയുടെ ചെയർമാൻഷിപ്പിൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി നമ്മൾ ഫോം ചെയ്തു.
അപ്പോൾ നമ്മുടെ ഡോക്ടർ ജെ ഇറാനി അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ട് കമ്മിറ്റികളുടെ ഒക്കെ ഹെൽപ്പോടുകൂടി ഒരു ബില്ല് 2012 പാസ്സാക്കി. നമുക്ക് ഒരു ആക്ട് ഫ്രെയിം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ പാർലമെൻറ്റിൽ അത് ലോക്സഭയിലും രാജ്യസഭയിലും ബില്ലാക്കി പാസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒന്നിനെ നമുക്ക് ആക്ട് ആക്കാനായിട്ട് പറ്റുള്ളൂ. സോ 2012 നമ്മുടെ ഡോക്ടർ ജെ ഇറാനി അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഈ ബില്ല് 2012 ഡിസംബർ 18 ലോകസഭയിൽ, ഞാനത് ടൈപ്പ് ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ലോകസഭയിൽ 2021 എന്നാണ്, അത് തെറ്റായിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് വന്ന പ്രോബ്ലമാണ്. 1ഉം 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയതാണ്. 2012 എന്നാണ് അവിടെ വരേണ്ടത്. 18 ഡിസംബർ 2012 ലോകസഭയിൽ ഈ ബില്ല് നമ്മുടെ ജെ ഇറാനി അത് പാസ്സാക്കി. അതേപോലെ തന്നെ ഓഗസ്റ്റ് 8 2013 രാജ്യസഭയിലും ഈ സെയിം ബില്ല് നമ്മൾ പാസ്സാക്കുകയുണ്ടായി. ലോകസഭയിലും രാജ്യസഭയിലും പാസ് ചെയ്താൽ മാത്രമാണ് ഒരു ബില്ലിനെ നമുക്ക് ആക്ട് ആക്കാനായിട്ട് പാർലമെൻറ്റ് സമ്മതിക്കുകയുള്ളൂ. അങ്ങനെ ആക്റ്റായി എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് 12 സെപ്റ്റംബർ 2013 ഇത് കമ്പനീസ് ആക്ട് 2013 നിലവിൽ വരുന്നത്. ഇതാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കമ്പനീസ് ആക്ട്. ഓക്കെ, കമ്പനീസ് ആക്ട് 2013. മുമ്പ് പഠിച്ചിട്ടുള്ളവരൊക്കെ കമ്പനീസ് ആക്ട് 1956 ആണ് മുമ്പ് പഠിച്ചത്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ കമ്പനീസ് ആക്ട് 1956 ആണ്. കമ്പനീസ് ആക്ട് 2013 അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഞങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ അത് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ടെക്സ്റ്റുകളിലൊക്കെ 1956 കിടക്കുന്നത്. നിങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഇപ്പോൾ വരുന്ന ആക്റ്റാണെന്ത്, കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ എന്താണ് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ ഹിസ്റ്ററി. നമുക്കൊന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആദ്യമൊക്കെ ഇൻഡിപെൻഡൻസിന് മുമ്പ് നമ്മളെ ഭരിച്ചിരുന്നത് ഇംഗ്ലീഷുകാരായതുകൊണ്ട് നമ്മുടെ ആക്റ്റുകൾ എല്ലാം തന്നെ അവരുടെ രാജ്യത്തിൽ നിന്നും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കടമെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഇന്ത്യയിലെ സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറ്റി പറയുകയാണ് ചെയ്തത്. നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആക്ട് ഉണ്ടാക്കി തരണമെന്ന് അവർക്ക് നമ്മളോട് വലിയ താല്പര്യമുണ്ടോ? ഇല്ല. അവരുടെ ആക്റ്റൊക്കെ തന്നെ നമുക്ക് വേണ്ടി അവരുപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തന്നെ കൊണ്ടുവന്നതാണ് ഫസ്റ്റ് ലെജിസ്ലേഷനിൽ കൊണ്ടുവന്നതാണ് ഈ 1815 ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട്. ആ ആക്ട് 1844 ഇംഗ്ലണ്ടിൽ പാസ്സായിട്ടുള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് അതേ മോഡലിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്തു എന്ന് പറയാമെങ്കിലും അത് ചെയ്തത് ആര് തന്നെയാണ്? ഇംഗ്ലീഷുകാർ തന്നെയാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രേഷൻസ് ഓഫ് കമ്പനീസ് ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ് അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള തീം. പിന്നീട് 1855 ലിമിറ്റഡ് ലയബിലിറ്റി അതിൽ ആഡ് ചെയ്തു. പിന്നെ അടുത്ത 1866 കമ്പനീസ് ആക്ടിൽ മുമ്പ് ഇൻകോർപ്പറേഷൻ അതായത് രജിസ്ട്രേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് റെഗുലേഷൻസും വൈൻഡിങ് അപ്പും കൂടെ ആഡ് ചെയ്തു. 1882 നമ്മുടെ 1866 ഇംഗ്ലീഷ് ലോ ഇങ്ങോട്ടേക്ക് പറിച്ചു നട്ടു അല്ലേ. ഇതെല്ലാം അവസാനം ഇതെല്ലാം കൂടെ റദ്ദാക്കി. ഇംഗ്ലീഷുകാർക്ക് തന്നെ ഒരു ബോധം വന്നു, ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആകുന്നു, എങ്കിൽ നമ്മുടെ ആക്ടിനൊരു പേര് തന്നെ ഇട്ടേക്കാം, ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1930. എങ്കിൽ കൂടിയും പേര് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1913 ആണെങ്കിലും ഫുള്ളി നമ്മുടെ എന്ത് തന്നെയാണ്, അതെല്ലാം ഇംഗ്ലീഷ് ലോ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ നാട്ടിൽ കൺട്രോളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ആരുടെ ഒന്നും കടമെടുക്കാതെ നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഫോം ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനു വേണ്ടി നമ്മൾ 12 മെമ്പേഴ്സുള്ള ഒരു കമ്പനി ഡോക്ടർ HC ബാബയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നതാണ് കമ്പനീസ് ആക്ട് 1956. അത് ഒരു 57 ഇയേഴ്സ് ഓൾമോസ്റ്റ് നമ്മൾ 25 അമെൻമെൻറ്റ്സോടുകൂടി യൂസ് ചെയ്തു. ഇതിന് ശേഷം വീണ്ടും നമ്മുടെ ഇന്ത്യയിലുണ്ടായ വലിയ വലിയ മാറ്റങ്ങൾക്കനുസരിച്ച് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ അണ്ടർ ചെയർമാൻഷിപ്പ് ഡോക്ടർ ജെ ഇറാനിയുടെ ചെയർമാൻഷിപ്പിൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഫോം ചെയ്യുകയും 2012 ഈ കമ്പനി ബില്ല് ലോക്സഭയിൽ ഡിസംബർ 18, 2012 രാജ്യസഭയിൽ ഓഗസ്റ്റ് 8, 2013 ഈ ബില്ല് പാസ്സാവുകയും അത് എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് എന്നാണ്
12th September 2013 നമ്മുടെ കമ്പനീസ് ആക്ട് 2013 നിലവിൽ ഉപയോഗിക്കുന്ന കമ്പനീസ് ആക്ട് 2013 നമ്മൾ പബ്ലിഷ് ചെയ്തു, നമ്മൾ എൻഫോഴ്സ് ചെയ്തു. ഓക്കെ, ഈ കമ്പനീസ് ആക്ട് 2012 29 ചാപ്റ്റേഴ്സ് 7 ഷെഡ്യൂൾസ് ആൻഡ് 470 സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അതേപോലെ നമ്മുടെ പഴയ കമ്പനീസ് ആക്ട് 1956 658 സെക്ഷൻസും 13 പാർട്സും 15 ഷെഡ്യൂൾസും വളരെ ബൃഹത്തായിരുന്നു അല്ലേ. പഴയ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചറൽ പ്രൈമറി ഏരിയ എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ ഏരിയ ആയിരിക്കും. ഈ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ അതിനൊക്കെ ഒത്തിരി മുമ്പുള്ളതാണ് അല്ലേ. ഈ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഒരെണ്ണം കൂടെ വരാനുണ്ടല്ലോ, ഏതായിരുന്നു? പ്രൈവറ്റൈസേഷൻ. ഓക്കെ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, LPG. ഇത് വരുന്നതിന് മുമ്പുണ്ടായിരുന്നതാണ് 1956 അതിന് മുമ്പുണ്ടായിരുന്ന 1913 കമ്പനീസ് ആക്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഓൾമോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അഗ്രികൾച്ചറിനാണ്. പ്രൈവറ്റൈസേഷനെ പറ്റിയോ ഇൻഡസ്ട്രിയലൈസേഷനെ പറ്റിയോ ഒന്നും അതിനകത്ത് ആരും വറീഡായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കമ്പനീസ് ആക്ട് 2013. പിന്നെ വേണ്ടാത്ത കുറേ സാധനങ്ങളും കൂടി എടുത്തു കഴിഞ്ഞുകൊണ്ടാണ് സെക്ഷൻസ് ഒക്കെ കുറഞ്ഞു പോയത്. അനാവശ്യമായി കുറേ പേജുകൾ കൂട്ടാന്ന് ഉള്ളു, ആവശ്യമില്ലാത്ത ഏരിയാസ് ഒക്കെ കളഞ്ഞും ആവശ്യമുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തും വന്നിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ മെയിൽ ID ഇതിൻ്റെ നോട്ട്സ് ഉടനെ തന്നെ സെൻഡ് ചെയ്യുക. അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്യുക.